ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാർ ടിപ്പിയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീനെ നിങ്ങൾക്കൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് സംരംഭത്തിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സംരംഭത്തിൻ്റെ മാർക്കറ്റ് സൈസ് എത്രയാണ്, ഈ സംരംഭത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി കീ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിട്ടുള്ളത്, ഈ സംരംഭത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പുതിയൊരു ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ചലഞ്ചസ് എന്നുള്ള A to Z കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്കറിയാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കാം. നിങ്ങൾക്ക് ഇതിനെ വളരെ സ്ട്രക്ചർ ചെയ്തിട്ട് നിങ്ങൾ ഓൺ ബ്രാൻഡായിട്ട് മാറ്റുകയും ചെയ്യാം. ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. എന്ന് പറയാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി അൺഓർഗനൈസ്ഡ് ആണ്. പക്ഷേ വെല്ലായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രോത്ത് ഉള്ളൊരു സെഗ്മെൻറ്റ് ആണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സെഗ്മെൻറ്റ് ഓൺലൈൻ നഴ്സറി ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. ഇവിടെ 3 ടേംസ് ഉണ്ട്: ഓൺലൈൻ, 2 നഴ്സറി, 3 ബിസിനസ്. അതായത് ഈ 3 ടേമും 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സിലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഹൈലി അൺഓർഗനൈസ്ഡുള്ള സെഗ്മെൻറ്റാണ് ഈ നഴ്സറി എന്ന് പറയുന്നത്. കാരണം ലോക്കൽ നഴ്സറികളായിരുന്നു ഇത്രയും കാലം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ലോക്കൽ നഴ്സറിക്ക് കാറ്റർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഓൺലൈൻ നഴ്സറി വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള കീ പ്ലേയേഴ്സ് എങ്ങനെയാണ്, ഇതിനകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓൺലൈൻ നഴ്സറി ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഞാൻ പറയാം. ഫസ്റ്റ്, നമ്പർ 1, അർബൻ ഗ്രോത്ത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യണം, ഈ ഒരു സ്ട്രെസ് റിലീഫ്, അതായത് നിങ്ങൾക്കറിയാം, ഒരു ചെടീനെ നമ്മൾ പരിപാലിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2-3 ആക്ടിവിറ്റീസിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ആണ് ഈ പറഞ്ഞ ഗാർഡനിങ് എന്ന് പറയുന്നത്. 2, ഗിഫ്റ്റിംഗ് കൾച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റിംഗ് കൾച്ചറിന് സമയത്ത് മുമ്പൊക്കെ ആണെങ്കിൽ സ്വീറ്റ്സ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർ സ്വീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗിഫ്റ്റിംഗ് കൾച്ചറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗിഫ്റ്റിംഗ് കൾച്ചറായിട്ട് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കസ്റ്റമറുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ പ്ലാന്റ്സുകൾ തന്നെയാണ്. പിന്നെ ഹോർട്ടിക്കൾച്ചറിലേക്കുള്ള എന്തൂസിയാസം, പുതിയ പുതിയ ആൾക്കാർക്ക് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു ആക്ടിവിറ്റീസിലേക്ക്, കാരണം അവർക്കറിയാം ജോലി ചെയ്യുന്ന സമയത്ത് ഹൈലി സ്ട്രെസ്ഡ് ആവും. അതുമാത്രമല്ല വീട്ടിൽ തന്നെ വീട്ടിനെ മോഡീകരിക്കാൻ വേണ്ടി, ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും മെയിൻ്റെനൻസ് കുറവായിട്ടുള്ളതും അതേപോലെ തന്നെ കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ പ്ലാന്റ് കൾച്ചർ എന്ന് പറയുന്നത്. ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ നാച്ചുറിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിന് ഭയങ്കര അധികം മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യയിൽ 2024 ആകുമ്പോഴേക്കും അപ്രോക്സിമേറ്റ്ലി $386.54 ബില്യൺ മാർക്കറ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കാണിക്കുന്നത്. അതായത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും അപ്രോക്സിമേറ്റ്ലി 4.7% CAGR റേറ്റിലാണ് ഈ ഒരു സെഗ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. അതായത് അത്യാവശ്യം നല്ല ഒരു ഗ്രോത്ത് ഉള്ളൊരു സെഗ്മെൻറ്റാണ്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ മാർക്കറ്റ് സൈസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് പാൻ ഇന്ത്യ കംപ്ലീറ്റ്ലി മാർക്കറ്റാണ്. പക്ഷേ ഈ പാൻ ഇന്ത്യയിൽ തന്നെ നമുക്ക് കസ്റ്റമറിന് വൈസിലല്ല, റീജിയൻ വൈസിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസംഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി നോർത്തിലാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ, അത് കഴിഞ്ഞാൽ സെക്കൻഡ് സൗത്ത് ഇന്ത്യ, അത് കഴിഞ്ഞാൽ ഈസ്റ്റ്, പിന്നെ വെസ്റ്റ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടും നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഹ്യൂജ് മാർക്കറ്റുള്ള സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ആവണമെങ്കിൽ നിങ്ങൾക്കുള്ള ചലഞ്ച് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കിട്ടാനുള്ള അവൈലബിലിറ്റി. 2 എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെ നിങ്ങൾക്ക് പാക്കേജ് ചെയ്ത് കൊടുക്കുമെന്നുള്ള അവൈലബിലിറ്റി, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ബെറ്റർ ആയിട്ട് പാക്കേജ് ചെയ്യുന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ. ഇത് രണ്ടും ടെക്നിക്കലി ഇപ്പം വളരെ എളുപ്പമാണ്. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഹൈബ്രിഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ലോക്കലി ചെയ്യുന്ന ഒരുപാട് സപ്ലൈസ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണ്. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് ഓൺലൈനിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ? നിങ്ങൾ ഈ പ്ലാന്റ്സ് വാങ്ങിക്കുന്നു, അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, ഈ ഹൈബ്രിഡ് പ്ലാന്റ് പ്രോസസ്സുകളും കാര്യങ്ങളും പഠിക്കുന്നു. അതിനുശേഷം നിങ്ങൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത്, 1 ഇയർ 1.5 ഇയർ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്പേസിൽ നിങ്ങൾ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് കൾട്ടിവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാപ്ലിങ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പാക്കേജിങ്, വളരെ പ്രോപ്പറായിട്ടുള്ള പാക്കേജിങ് വഴി അയച്ചു കൊടുക്കാം. അതായത് ഒരു സ്ഥലത്തിനടുത്ത് മറിച്ച് അയച്ചു കൊടുക്കുന്നതിനല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് കൾട്ടിവേറ്റ് ചെയ്യുക. കാരണം കൾട്ടിവേറ്റ് ചെയ്ത് ഒരു സാപ്ലിങ്സ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേ ബി ടേക്ക്, ഇതിൻ്റെ ടെക്നോളജി പഠിക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് സമയം എടുക്കുമായിരിക്കും. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിൽ തന്നെ 1000 ചെടി ഉണ്ടാക്കാനുള്ള ഡെവലപ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടിഷ്യൂ കൾച്ചർ പോലുള്ള ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ടെക്നോളജി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ശരിക്കും അവിടെയാണ് നിങ്ങളുടെ റവന്യൂ ഇരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ 2024 എടുക്കുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കേജിങ് സൊല്യൂഷൻസ് ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അതായത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം 6 ദിവസം എടുക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറയുടെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു 6 മാസം പൊന്നാങ്കണ്ണി ചീര എന്നുണ്ട്. അദ്ദേഹം ഓൾ കേരളയിൽ പൊന്നാങ്കണ്ണി ചീര ലൈവായിട്ട് ഡെലിവറി ചെയ്ത് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ലൈഫ് പ്ലാൻസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തെളിയിച്ച അത്തരം സന്ദർഭങ്ങളിൽ
നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു അഡ്വാൻസ്ഡ് പാക്കേജിങ് സൊല്യൂഷൻസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത് വരുന്ന ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് പ്ലാന്റ് ഹെൽത്ത് ആണ്. അതായത് ഈ പ്ലാന്റ് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹെൽത്ത് എങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഇറ്റ് റിയലി റിക്വയർഡ് ട്രയൽ. നിങ്ങൾ എന്തായിട്ടും 1, 2, 3, 4, 5, 10 ട്രയലുകൾ ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് കൺഫേം ചെയ്യേണ്ടത്. അതിനുശേഷം വേണം നിങ്ങൾ ഈ പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വെല്ലായിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊരു നല്ലൊരു ബ്രാൻഡായിട്ട് മാറാൻ പറ്റും. ഏറ്റവും കൂടുതൽ സെയിലുള്ള സെഗ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 3 സെഗ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത്. ഏറ്റവും ആദ്യമുള്ളത് ഫ്ലവേഴ്സാണ്. ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രൈസ് ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് സെഗ്മെൻറ്റ്സുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സെയിൽ വരാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ പിക്ചർ വളരെ അട്രാക്റ്റീവാണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ പിക്ചേഴ്സ് വൈസിലാണ് ഈ സംഭവം, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സംഭവം ഫ്ലവർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ആൾക്കാർക്ക് ക്വിക്കായിട്ട് റിസൾട്ടുകൾ വേണം. അതുകൊണ്ട് തന്നെ ഫ്ലവറിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളത്, ഡിമാൻഡ് ഹൈ ആണ്. അതേപോലെ തന്നെ വെറൈറ്റീസും ഒരുപാട് ആ ഒരു സെഗ്മെൻറ്റിൽ ഫോളോഡ് ബൈ ഫ്രൂട്ട്സ്, അത് കഴിഞ്ഞാൽ വെജിറ്റബിൾ സീഡ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഓൺലൈനിൽ വിൽക്കുന്ന 2-3 ബ്രാൻഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൗ എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. ഓൺലൈനിൽ പ്ലാന്റ്സ് നഴ്സറി ചെയ്യുന്നൊരു അതാണ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇപ്പോൾ കറൻ്റ്ലി പോട്ട്സ് ചെയ്യുന്നുണ്ട്, സീഡ്സ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. വേറൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മൈ ബഗീച്ച എന്നുള്ളൊരു കമ്പനി ഉണ്ട്. അവരും ഇതേ ടൈപ്പ് ഓഫ് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ സെല് ചെയ്യുന്നത്, ഇവരുടെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണെന്നുള്ള ഏകദേശം ഐഡിയ കിട്ടും. ഇനി ഇതിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾ ഓൺലൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആമസോണിൽ പോവാം. ലൈവ് പ്ലാന്റ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് കമ്പനീസിൻ്റെ ഇപ്പം നമുക്ക് നെറ്റ് സെയിൽസ് നമുക്ക് ആവറേജ് നോക്കാം. ഇവിടെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ലൈവ് പ്ലാന്റ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റേറ്റ് കാണാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി എത്ര രൂപയുടെ ബിസിനസ് നടക്കുന്നത്. 25 ലക്ഷത്തിൻ്റെ ബിസിനസ്സാണ് ആവറേജ് ഒരു മാസം. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ബ്രാൻഡുകൾ തന്നെയാണ് ഇപ്പോഴും ടോപ്പിലുള്ളത്. അത് 25 ലാക്സിൻ്റെ പ്രൊഡക്റ്റുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ ലീഫ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സുകൾ പോകുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം സെയിൽസ് ഉണ്ട്. അതിനകത്ത് ചെറിയ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് മണി പ്ലാന്റ് ആണ്. ഓക്കെ, ലെറ്റ് മീ ടേക്ക് മണി പ്ലാന്റ്. മണി പ്ലാന്റ് എന്നുള്ളൊരു കീവേഡിൽ മാത്രം എത്ര രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, മണി പ്ലാന്റിൽ മാത്രം, ഓക്കെ, മണി പ്ലാന്റ് പല വെറൈറ്റീസ് ഉണ്ട്. 35 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് നടക്കുന്നത്. 35 ലക്ഷം രൂപയുടെ, അതായത് ഒരുപാട് ബ്രാൻഡുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം 299, 399, 499, 599 എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് സീഡിങ്സ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യണം. അതിനെ നിങ്ങൾ പ്രോപ്പർലി പാക്ക് ചെയ്യാൻ പഠിക്കണം. അതിനെ ലൈവായിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പഠിക്കണം. ആമസോണിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ആകാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എവിടെയാണ് ഹെൽപ്പ് ചെയ്യുക, നമ്മളുടെ ടീം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങളെ ഡിമാൻഡ് അനലൈസ് ചെയ്തതിന് ശേഷം അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ തരും. നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേർണലി ഒരു ഹോബി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹോബിയായിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 100% ബെനിഫിറ്റുള്ള പ്രൊഡക്റ്റാണ്. നേരത്തെ ഈ ലൈഫ് പ്ലാനിൽ തന്നെ ഇപ്പം ഞാനൊരു സിമ്പിൾ പ്രൊഡക്റ്റ് എടുക്കാം. ലെറ്റസ് സി. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ ഇമേജസ്, പിക്ചറാണ് എപ്പോഴും എന്താ പറയണ്ടേ സെല്ലാവുന്നത്. ഈ പിക്ചർ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കുക. ഈ പ്രൊഡക്റ്റ് നന്നായിട്ട് പിക്ചേഴ്സ് ഉണ്ട്. 19,000 റുപ്പീസിൻ്റെ റവന്യൂ ആണ് കിട്ടുന്നത്. അതായത് 58 പീസ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ ആവറേജ് 20,000, 25,000 ഒക്കെ രീതിയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഒരു 50-60 പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ലാക്സിന് മുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോൺസെപ്റ്റ് മനസ്സിലായി, ഈ ഒരു സെഗ്മെൻറ്റ് മനസ്സിലായി, ആ ചാലഞ്ചസ് നിങ്ങൾക്ക് ഫേസ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു നല്ലൊരു ബിസിനസ് ഐഡിയയാണ്. അപ്പോൾ ഇനിയും നല്ലൊരു ബിസിനസ് ഐഡിയ ആയിട്ട് വരുന്നവരെ നമസ്കാരം. ഈ 17-ാം തീയതി നമുക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് വേണ്ടി ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വെബിനാർ വരുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വെബിനാറാണ്. നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റ് പ്ലേസിൽ വെക്കേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും പ്രോഗ്രാമിൽ കാണാം. താങ്ക് യു സോ മച്ച്.